റിയാസ് ഖാനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്ത് സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടു. അതേസമയം നടൻ സിദ്ദിഖിന്റെ രാജി അയാൾ അർഹിക്കുന്നത് എന്നും നടി പറഞ്ഞു. കൊടും ക്രിമിനലാണ് സിദ്ദിഖെന്നും രേവതി തിരുവനന്തപുരത്ത് പറഞ്ഞു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസമാണ് രേവതി സമ്പത്ത് നടൻ സിദ്ദിഖിനെതിരെ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്നത്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമാ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. രേവതി സമ്പത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം പ്രായപൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് രേവതി സമ്പത്ത് പറഞ്ഞൊരു കാര്യം. അത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. തുടർന്ന് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അവർ പ്രതികരിച്ചിരിക്കുന്നത് സിദ്ദിഖ് കൊടും ക്രിമിനലാണ് എന്നുള്ളതാണ്. ആ സ്ഥാനത്ത് ഇരിക്കാൻ, അതായത് അമ്മയുടെ ആ ഒരു പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്നുകൂടി അവർ പറയുകയുണ്ടായി. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരു നടി ഒരു നേരിട്ട് പരാതിയുമായി വരികയാണെങ്കിൽ അപ്പോൾ കേസെടുക്കാം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സർക്കാരിന് വേണ്ടത് എന്നുള്ളതാണ് ഈ രേവതി സമ്പത്ത് ചോദിക്കുന്ന ഒരു കാര്യം. കൃത്യമായി കാര്യങ്ങൾ എന്താണ് നടന്നതെന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്ത് എന്താണ് വേണ്ടത്? സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. മാത്രമല്ല, മറ്റ് ഹോട്ടൽ ജീവനക്കാരികളോട് ഉൾപ്പെടെ സിദ്ദിഖ് വളരെ മോശമായി പെരുമാറി. സിദ്ദിഖിനെതിരെ എല്ലാ തെളിവുകളും തന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് രേവതി സമ്പത്ത് പറയുന്നത്. മാത്രമല്ല, പുതിയൊരു ആരോപണം കൂടി നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് നടൻ റിയാസ് ഖാനെതിരെയാണ്. റിയാസ് ഖാൻ ഇത്തരത്തിൽ അശ്ലീലമായി ചില ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായി. അതായത് ഫോണിൽ വിളിച്ച് അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതാണ് ആരോപണം. ഏതെങ്കിലും കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഇത്തരത്തിൽ പരിചയപ്പെടുത്തുമോ എന്നുകൂടി റിയാസ് ഖാൻ ചോദിച്ചു എന്നുള്ളതാണ് രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഈ നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ട്. കാരണം സർക്കാർ ഒപ്പം നിന്നാൽ മാത്രമേ അത്തരത്തിൽ നിയമ നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ, കേസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.